ഹലോ ഗായ്സ്, LionoEdu കണ്ടക്ട് ചെയ്യുന്ന സി കോഡർ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൈത്തൺ സ്ട്രിംഗ് ഫോർമാറ്റ് മെത്തേഡിനെ കുറിച്ചും അതിൻ്റെ എക്സാമ്പിൾസുമാണ്. സോ നമുക്ക് നോക്കാം. പൈത്തൺ സ്ട്രിംഗ് ഫോർമാറ്റ്. ഇത് നമ്മൾ പൈത്തൺ സ്ട്രിംഗ് ചേഞ്ച് ചെയ്യാനും കൺവേർട്ട് ചെയ്യാനും ഒരു മാനിപ്പുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് പൈത്തൺ സ്ട്രിംഗ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇത് പ്ലേസ് ഹോൾഡർ വെച്ചാണ് നമ്മൾ ചേഞ്ച് ചെയ്യണത്. ആൾസോ ഇറ്റ്സ് എ ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ചേഞ്ച് ചെയ്ത സ്ട്രിങ് ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കിട്ടും. സോ അതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്: ടെംപ്ലേറ്റ് സ്ട്രിംഗ് ഡോട്ട് ഫോർമാറ്റ് ഓഫ് വാല്യൂ 1 വാല്യൂ 2 എക്സെട്ര. എത്ര വാല്യൂസ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, എത്ര വാല്യൂസ് വേണമെങ്കിൽ നമുക്ക് പാരാമീറ്റർ ആയിട്ട് കൊടുക്കാം ഫോർമാറ്റിൻ്റെ. ടെംപ്ലേറ്റ് സ്ട്രിംഗ് എന്ന് ഉദ്ദേശിച്ചാൽ നമുക്ക് ഏത് സ്ട്രിംഗ് ആണോ ചേഞ്ച് ചെയ്യേണ്ടത്, ഏത് സ്ട്രിങ്ങിൻ്റെ ഉള്ളിലാണോ ചേഞ്ച് ചെയ്യേണ്ടത്, ആ സ്ട്രിങ്ങിനെ പറയുകയാണ് ടെംപ്ലേറ്റ് സ്ട്രിംഗ്. അതിന് ഇൻപുട്ട് ചെയ്യേണ്ട വാല്യൂസിനാണ് ഇവിടെ കൊടുക്കുന്നത് പാരാമീറ്റേഴ്സ് ആയിട്ട്. സോ പ്ലേസ് ഹോൾഡേഴ്സ് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം: വെൽക്കം ടു ഗുരു 99 curly brace open ഫോർമാറ്റ് വാല്യൂ ഹിയർ. ഇവിടെ പറഞ്ഞാൽ നമ്മൾ ഈ കേർലി ബ്രാക്കറ്റ് ഇവിടെ റീപ്ലേസ് ചെയ്യുക ചെയ്യണം. ഇവിടെ ഒരു വാല്യൂ കൊടുത്താൽ ആ വാല്യൂ ഇവിടെ നിന്ന് റീപ്ലേസ് ചെയ്യുക ചെയ്യണം. സിമ്പിളായിട്ട് കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ്. എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് എന്ത് വാല്യൂസ് വേണമെങ്കിൽ കൊടുക്കാം. ഇൻഡെക്സ് വാല്യൂ വേണമെങ്കിൽ കൊടുക്കാം. എക്സാമ്പിൾ നോക്കാം. ഇവിടെ പ്രിന്റ് വെൽക്കം ടു ട്യൂട്ടോറിയൽസ് ഡോട്ട് ഫോർമാറ്റ് ഗുരു 99. ഇവിടെ ഈ ഗുരു 99 എന്നുള്ളത് ഇവിടേക്ക് ചേഞ്ച് ആവുകയാണ് ചെയ്യണം. ടോട്ടലായിട്ട് റീപ്ലേസ് ചെയ്യും. അങ്ങനെ ഔട്ട്പുട്ട് നമുക്ക് വെൽക്കം ടു ഗുരു 99 ട്യൂട്ടോറിയൽസ് എന്ന് കിട്ടും. നമുക്ക് വേണമെങ്കിൽ എക്സാമ്പിൾ ചെയ്തു നോക്കാം. നമുക്കൊരു ചെറിയ എക്സാമ്പിൾ ചെയ്തു നോക്കാം. ഇവിടെ വെൽക്കം ടു, ഇവിടെ നമുക്ക് പ്ലേസ് ഹോൾഡർ വെക്കാം. ശേഷം ഡോട്ട്, നമ്മളെ സിൻടാക്സ് പറഞ്ഞ പോലെ ഫോർമാറ്റ് ഏത് വാല്യൂ ആണ് കൊടുക്കേണ്ടത് നമുക്കിവിടെ എക്സാമ്പിളായിട്ട് ലൈൻ അയച്ചു കൊടുക്കാം. സോ ഔട്ട്പുട്ട് വിൽ ബി ദ വെൽക്കം ടു LionoEdu. Using variable or keyword arguments inside the placeholders. അതായത് നമുക്ക് വേരിയബിൾ ഓർ കീവേഡ്സ് പ്ലേസ് ഹോൾഡേഴ്സ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇതാ ഫോർമാറ്റ് നെയിം ഗുരു നം 99. ഇത് രണ്ടും വേരിയബിളാണ്. ഈ വേരിയബിൾ നമ്മൾ പ്ലേസ് ഹോൾഡേഴ്സ് ആയിട്ട് നമ്മളെ ടെംപ്ലേറ്റ് സ്ട്രീമിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെ വേണമെങ്കിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഈ നെയിം വേണമെങ്കിൽ ഇവിടെ ആകാം, നമ്മൾ ഇവിടെ എങ്ങനെ വേണമെങ്കിൽ ആകാം. ഈ നെയിം എവിടെയാണോ അതിൻ്റെ വേരിയബിളിൻ്റെ വാല്യൂ അത് ഡയറക്റ്റ് കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് നെയിമിൻ്റെ സ്ഥാനത്ത് ഗുരു ആണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യും. നമ്മിൻ്റെ വാല്യൂ 99 ആണ്, അപ്പോൾ അതും റീപ്ലേസ് ചെയ്യും. സോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് വെൽക്കം ടു ഗുരു 99 ട്യൂട്ടോറിയൽസ്. അതുപോലെ തന്നെയാണ് ഇൻഡെക്സിൻ്റെ പൊസിഷനിങ്. ഇൻഡെക്സും പൊസിഷനിങ്ങും ആയിട്ട് നമുക്ക് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഒരു ഉദാഹരണത്തിന് 01 ഇൻഡെക്സ് ആകുമ്പോൾ നമുക്ക് 01 എത്ര വാല്യൂസ് വേണമെങ്കിൽ അതിൻ്റെ പ്ലേസ് ഹോൾഡേഴ്സ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാം. നമ്മൾ ഇവിടെ 01 മാത്രമേ എടുക്കണുള്ളൂ. അതിൽ വാല്യൂസ് ഉള്ളത് ഗുരു 99. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇതിൽ ഡെഫോൾട്ടായിട്ട് ഇവിടെ ഗുരു 0 ആയിക്കാരം, അതേപോലെ 99 ഉള്ളത് 1 ആയിക്കാരം. എത്ര വാല്യൂസ് ഉണ്ടോ 0 വെച്ച് സ്റ്റാർട്ടിങ് വാല്യൂ 0 ആയിക്കാരം. സോ ഇവിടെ 0 എന്നുള്ള സ്ഥാനത്ത് ഗുരു ആണ് ആദ്യം വരിക.
ശേഷം 1ൻ്റെ സ്ഥാനത്ത് 99. അങ്ങനെയാണ് ഇതിന് ഔട്ട്പുട്ട് വരിക. ഇൻഡെക്സിൻ്റെ കേസിൽ ഇതാണ്. സോ ആൾസോ നമുക്ക് യൂസിങ് മൾട്ടിപ്പിൾ പ്ലേസ് ഹോൾഡേഴ്സ്, എത്ര പ്ലേസ് ഹോൾഡേഴ്സ് നമുക്ക് ടെംപ്ലേറ്റ് സ്ട്രീമിൽ കൊടുക്കാം, എത്ര പ്ലേസ് ഹോൾഡേഴ്സ് വേണമെങ്കിൽ കൊടുക്കാം. അതായത് ഫോർമാറ്റിൽ കുറേ വാല്യൂസ് ഉണ്ട്. 99 ഇവിടെ ടോട്ടലി ലേണിങ്. ഇതിൽ നേരത്തെ കേസ് വെച്ചാണെങ്കിൽ ഇത് ഇൻഡെക്സിൻ്റെ ബേസിൽ തന്നെയാണ്. ഫസ്റ്റ് ഏത് പ്ലേസ് ഹോൾഡേഴ്സ് ആണോ ആ സ്ട്രീം തന്നെ ഇത് പോകും. ഇവിടെ ഫസ്റ്റ് 99 ആണ്. ഇതിന് ശേഷം ടോട്ടലാണ് സെക്കൻഡ് വന്നത്. സെക്കൻഡ് പ്ലേസ് ഹോൾഡറിൻ്റെ സ്ഥാനത്ത് സെക്കൻഡ് വാല്യൂ വരും, തേർഡ് പ്ലേസ് ഹോൾഡറിൻ്റെ സ്ഥാനത്ത് തേർഡ് വാല്യൂ, അങ്ങനെയായിട്ട് പോകും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് വാല്യൂസ് കൊടുക്കാം. ഫസ്റ്റ് LionoEdu C coder. നമുക്ക് ഇങ്ങനെയാണ് വാല്യൂ കിട്ടുക. അടുത്ത് നമുക്ക് ഇൻഡെക്സിന് ചെയ്ത് നോക്കാം. ഇവിടെ 0 എന്ന് കൊടുക്കാം, ഇവിടെ 2 എന്ന് കൊടുക്കാം, ഇവിടെ 1 എന്ന് കൊടുക്കാം. സോ ഇങ്ങനെയൊക്കെ വെൽക്കം ടു സി കോഡർ കണ്ടക്റ്റഡ് ബൈ LionoEdu. ഇങ്ങനെ നടക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ രണ്ടാമത്തെ വാല്യൂ ആണ് ഇവിടെ റീപ്ലേസ് ആവുക. കാരണം രണ്ടാമത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0, 1, 2. ഈ സി കോഡറാണ് ഇങ്ങോട്ട് പ്ലേസ് ആവുക. ഫസ്റ്റത്തെ വാല്യൂ LionoEdu എന്നുള്ള വാല്യൂ ഇങ്ങോട്ടാണ് പ്ലേസ് ആവുക. നമുക്കിവിടെ അടുത്ത് കീവേഡ് വാല്യൂ ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ ബീറ്റ് കൊടുത്തു നോക്കാം. ഇവിടെ B1 എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് വാല്യൂ നോക്കാം. സോ കണ്ടില്ലേ, ഇങ്ങനെയാണ് ഔട്ട്പുട്ട് വാല്യൂ വരുന്നത്. നെയിമിലേക്ക് റീപ്ലേസ് ആയി. B2 കോൾ ചെയ്ത് ഇവിടെയാണ്. അപ്പോൾ ലൈനോ എന്നുള്ളത് ഇങ്ങോട്ടാണ് റീപ്ലേസ് ചെയ്യുക. കണ്ടില്ലേ, B1 സി കോഡർ ഇങ്ങോട്ടും. സോ
ഹിയർ ഈസ് ദ ലാസ്റ്റ് വൺ, യൂസിങ് ക്ലാസ് വിത്ത് ഫോർമാറ്റ്. അതായത് ക്ലാസ് ഉപയോഗിച്ചിട്ടും നമുക്ക് കോൾ ചെയ്യാം. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മൈ ക്ലാസ് എന്ന ക്ലാസ്, അതിൽ MSJ1 MSJ2 എന്നുള്ള രണ്ട് ഒബ്ജക്ട്സ്, വാല്യൂസ്, സ്ട്രിംഗ് വാല്യൂസ് ആയി ഗുരു, ട്യൂട്ടോറിയൽസ്, അത് നമ്മൾ ഫോർമാറ്റിലേക്ക് ക്ലാസ് കോൾ ചെയ്യണം. കോൾ ചെയ്തതിനെ നമ്മൾ സി എന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. സിംപ്ലസ്റ്റ് വേ ആയതുകൊണ്ടാണ് സിക്ക് അസൈൻ ചെയ്തത്, അല്ലാതെ നമുക്ക് ചെയ്യാം. സോ അതിൻ്റെ ശേഷം വെൽക്കം ടു C.MSJ ആൻഡ് C.MSJ2. സോ ഈ സിയിലുള്ള ഇത് സി എന്നുള്ളത് മൈ ക്ലാസ് ആണ്. ഈ ക്ലാസ്സിലുള്ള വാല്യൂസ് MSJ1 ഗുരു ഡയറക്റ്റ് ഇതിലേക്ക് റീപ്ലേസ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. MSJ2 ട്യൂട്ടോറിയൽസ്. അങ്ങനെ നമുക്ക് ഔട്ട്പുട്ട് വെൽക്കം ടു ഗുരു 99 ട്യൂട്ടോറിയൽസ് എന്ന് കിട്ടും. സോ അത്രേ ഉള്ളൂ ഗൈസ്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ താങ്ക് യു.